കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. ചെമ്മീൻ വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചെമ്മീൻ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല സ്വാദാണ്. പാം ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചെറിയ 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ നല്ല ജീരകവും പെരുംജീരകവും കൂടി ഒരു 1/4 ടീസ്പൂണോളം, കുറച്ച് മതി കേട്ടോ. പിന്നെ ഗ്രാമ്പുവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബേലീഫൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം, കൂടുതലാവരുത് കേട്ടോ. സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായി നല്ല സ്മെല്ല് വരുന്നുണ്ട്. എണ്ണയിലൊക്കെ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ നൈസാവുന്ന കേട്ടോ നല്ലത്. എനിക്കൊരല്പം വലിപ്പം കൂടി, അതുകൊണ്ട് കൂടുതൽ സമയം വഴറ്റേണ്ടി വന്നു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, നല്ല ബ്രൗൺ കളറാവുന്നവരെ. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം, 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നൈസായിട്ട് കട്ട് ചെയ്തതിട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഒരല്പം എണ്ണ കൂടുതലിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. സവോളയൊക്കെ ഒരല്പം എണ്ണ കൂടുതൽ തന്നെ വഴന്ന് വരണം. ഇനി ആവശ്യമില്ലാത്തവർക്ക് കുറയ്ക്കാം. എല്ലാം കൂടി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കരിയൊന്നും വേണ്ട, നന്നായിട്ട് വഴന്നാൽ മതി കേട്ടോ. ഗ്രേവിയിലേക്കൊക്കെ കടിക്കാത്ത രീതിയിൽ വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ചില വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. ഇത് അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വന്നു സവോളയെല്ലാം. ഈ സമയം ചെറിയ പഴുത്ത 2 തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. പീസാക്കിയിട്ട് ഇടുകയും ചെയ്യാം. എന്നാലും ഗ്രേവി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതേപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ തക്കാളിയുടെ. നന്നായിട്ടൊന്ന് വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടും ചെയ്യുന്നുണ്ട്, വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കൂടണ്ട, ചെമ്മീനായതുകൊണ്ട് തന്നെ കുറച്ച് മതിയാവും കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഓരോരോ ഇഷ്ടം പോലെ മുളക് പൊടിയൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഡയറക്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് കുതിർത്തെടുത്ത് വെച്ചു ചൂടുവെള്ളത്തിലേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. കണ്ടില്ലേ, എരിവ് അധികമില്ല, കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറായ കാരണം അതൊരു 2 സ്പൂൺ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. പച്ചമുളക് കൂടുതൽ ചേർത്തുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു പുളിപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. പുളിയുള്ള തക്കാളിയാണെന്ന് വെച്ചാൽ അത്രയും ചേർക്കണ്ട കേട്ടോ. കൂടുതൽ പുളിക്കുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല കറി. വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തു. ഒന്ന് അടച്ച് വെക്കണം നമുക്ക്. ഇതിൻ്റെ എല്ലാ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കുറുകി വന്നു. പച്ചച്ചവയൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനല്ലേ, അതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരല്പം കൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. പക്ഷേ ഇത് കുറുകിയ ഗ്രേവിയിലാവും നല്ല ടേസ്റ്റ് വരിക. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് വേവിച്ചു. കുറച്ച് കറിവേപ്പിലയോ മല്ലിച്ചപ്പൊക്കെ വേണ്ടവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ മല്ലിച്ചപ്പോ കറിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. അതും കൂടിയൊക്കെ ഒന്ന് വെച്ചിട്ട് വേണമെങ്കിൽ 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നു. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരല്പസമയം വെച്ചിരുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.